ദാവീദിന്റെ ഒരു പ്രാർത്ഥന യഹോവേ, നീ കേൾക്കണമേ. എന്റെ നീലവിളിയെ ശ്രദ്ധിക്കണമേ. കപടമില്ലാത്ത തരങ്ങളിൽ നിന്നുള്ള ചെവിക്കൊള്ളണമേ. എന്റെ പ്രാർത്ഥനയെ എനിക്കുള്ള വിധി നിന്റെ സന്നിധിയിൽ നിന്നു പുറപ്പെടട്ടെ. നിന്റെ കണ്ണുനേർ കാണുമാറട്ടെ. നീ എന്റെ ഹൃദയത്തെ ശോധന ചെയ്തു, രാത്രിയിൽ എന്നെ സന്ദർശിച്ചു. നീ എന്നെ പരീക്ഷിച്ചു, ദുരുദ്ദേശമൊന്നും കണ്ടെത്തുന്നില്ല. എന്റെ വായ് ലംഘനം ചെയ്യുകയില്ല എന്നു ഞാൻ ഉറച്ചിരിക്കുന്നു. മനുഷ്യരുടെ പ്രവൃത്തികളെ കണ്ടിട്ടു ഞാൻ നിന്റെ അകലങ്ങളുടെ വചനത്താൽ നിഷ്ഠൂരന്റെ പാതകളെ സൂക്ഷിച്ചൊഴിഞ്ഞിരിക്കുന്നു. എന്റെ നടപ്പു നിന്റെ ചുവടുകളിൽ തന്നെ ആയിരുന്നു. എന്റെ കാൽ വഴുതിയതുമില്ല. ദൈവമേ, ഞാൻ നിന്നോടു അപേക്ഷിച്ചിരിക്കുന്നു. നീ എനിക്കുത്തരമരുളുമല്ലോ. നിന്റെ ചെവിയെങ്കലേക്കു ചായിച്ചു. എന്റെ അപേക്ഷ കേൾക്കണമേ. നിന്നെ ശരണമാക്കുന്നവരെ അവരോടു എതിർക്കുന്നവരുടെ കയ്യിൽ നിന്നു നിന്റെ വലങ്കൈയാൽ രക്ഷിക്കുന്നവനായുള്ളോവേ, നിന്റെ അത്ഭുത കാരുണ്യം കാണിക്കണമേ. കണ്ണിന്റെ കൃഷ്ണമണി പോലെ എന്നെ കാക്കണമേ. എന്നെ കൊള്ളയിടുന്ന ദുഷ്ടന്മാരും എന്നെ ചുറ്റി വളയുന്ന പ്രാണശത്രുക്കളും എന്നെ പിടിക്കാതെ വണ്ണം നിന്റെ ചിറകിന്റെ നീഴലിൽ എന്നെ മറച്ചുകൊള്ളണമേ. അവർ തങ്ങളുടെ ഹൃദയത്തെ അടച്ചിരിക്കുന്നു. വായ്ക്കൊണ്ടു വമ്പ് പറയുന്നു. അവരിപ്പോൾ ഞങ്ങളുടെ കാലടി തുടർന്നു. ഞങ്ങളെ വളഞ്ഞിരിക്കുന്നു. ഞങ്ങളെ നീലത്തു തള്ളിയിടുവാൻ ദൃഷ്ടി വയ്ക്കുന്നു. കടിച്ചു തീരുവാൻ കുതിക്കുന്ന സിംഹം പോലെയും മറവിടങ്ങളിൽ പതിയിരിക്കുന്ന ബാലസിംഹം പോലെയും തന്നെ. യഹോവേ, എഴുന്നേറ്റു അവനോടെതിർത്തു. അവനെ തള്ളിയിടണമേ. യഹോവേ, എന്റെ പ്രാണനെ നിന്റെ വാൾ കൊണ്ടു ദുഷ്ടന്റെ കയ്യിൽ നിന്നും കൈ കൊണ്ടുണ്ട് ലൗകിക പുരുഷന്മാരുടെ വശത്തു നിന്നും വിടുവിക്കണമേ. അവരുടെ ഓഹരി ഈ ആയുസ്സിലത്രേ. നിന്റെ സമ്പത്തു കൊണ്ടു നീ അവരുടെ വയറു നിറയ്ക്കുന്നു. അവർക്ക് പുത്രസമ്പത്തു ധാരാളമുണ്ടു. തങ്ങളുടെ ധനശിഷ്ടം അവർ കുഞ്ഞുങ്ങൾക്കു വെച്ചേക്കുന്നു.